ഹലോ ഗായ്സ്, ലവ് ലെറ്ററാ പിന്നെ ഇത് എന്റെ കൂട്ടുകാരി ഞാനും കൂടെ എഴുതി. കുറെ ഉണ്ടല്ലേ, നമ്മൾ വായിക്കണമല്ലോ. എങ്ങനെയാ എന്നിട്ട് ലവ് ലെറ്റർ കണ്ടപ്പോ എന്താ ഒരു വിഷാദം? അല്ല, നൊസ്റ്റാൾജിയ. അത് ഇത് എന്റെ കൂട്ടുകാരി ഞാൻ അങ്ങോട്ടും കൂടെ എഴുതി കളിച്ചതാ. ഇത് വായിക്കും. സിനിമ ആണോ? ഓക്കെ, ബൈ. അപ്പൊ നമുക്ക് ആ ലവ് ലെറ്റർ ഒന്ന് വായിക്കാം. പണ്ടത്തെ ലവ് ലെറ്ററൊക്കെ എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. ഞാനാർക്കും ലവ് ലെറ്റർ ഒന്നും കേട്ടില്ല. എൻ്റെ അഹല്യക്കുട്ടി അറിയാൻ. വേറൊന്നുമല്ല, എനിക്ക് ഇയാളെ ഒരുപാട് ഇഷ്ടമാണ്. തിരിച്ച് ഇയാൾക്കും എന്നോട് ഇഷ്ടമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഇയാളുടെ ആ ചിരി ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. പിന്നെ ഒരു കാര്യം, ഇയാളോട് തുറന്നു പറയാൻ വരുമ്പോൾ ഓടി മറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ഇയാൾക്ക് പേടിയായതുകൊണ്ടായിരിക്കാം ഇയാളെന്നെ കാണുമ്പോൾ ഓടി മറയുന്നത്. എങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇയാളെ ഇഷ്ടമാണെന്ന് പറയുവാനും ശല്യപ്പെടുത്തുവാനും ഒന്നിനും ഞാൻ വരില്ല. കാരണം ഞാൻ ഹ്യൂമാനിറ്റീസിൽ ആണല്ലോ, താൻ സയൻസും ആണല്ലോ. എന്നെക്കാളും കുറേ അധികം ഇയാൾക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ സ്നേഹനിധിയായ ലവറാട്ടോ, പഠിക്കാൻ ശല്യപ്പെടുന്നില്ല, പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇയാളെ ശല്യപ്പെടുത്താൻ വരുന്നില്ല. ഇയാളെ ശല്യപ്പെടുത്തിയുള്ള ഒരു സ്നേഹവും എനിക്ക് വേണ്ട. ഓ മൈ ഗാഡ്, ഇയാളെ ഞാൻ സ്നേഹിക്കുന്ന പോലെ ഇയാൾ എന്നെ സ്നേഹിക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. തനിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ആ ചിരിയിലൂടെ എനിക്ക് കാണണം. അല്ലെങ്കിൽ എന്നോട് തുറന്നു പറയണം. അതുമല്ലെങ്കിൽ എന്നെ അറിയാവുന്ന കൂട്ടുകാരോ കൂട്ടുകാരിയോടോ പറഞ്ഞു വിട്ടാൽ മതി എന്ന് സ്നേഹത്തോടെ ഈ മാമനിപ്പോൾ എവിടെയാണോ എന്തോ. മാമ, കല്യാണം കഴിഞ്ഞ് ഞങ്ങളിപ്പം ഇങ്ങനെ അടിയും വഴക്കമൊക്കെ ആയിട്ട് ഇടയ്ക്കൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം മാമനെ ഓർത്തപ്പം ഇതൊന്ന് കണ്ട് ഇടാന്ന് കരുതി. ആരാണോ എന്തോ. എനിക്കൊന്ന് കാണിച്ചു തരണേടി ഈ അഖിൽ മാമനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.